നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനൊരു ഇൻട്രോ ആദ്യമായിട്ടായിരിക്കും എടുക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഒരു ഡബിൾ ബെഡ്റൂമിലാണ്. അത് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ റിട്ടയർ റൂമിൽ. ഇവിടെ ഇങ്ങനെ ഒരു റിട്ടയർ റൂം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? കൂടുതൽ ആൾക്കാർക്കും അറിയില്ല. ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇങ്ങറ്റത്തായിട്ട് റിട്ടയർ റൂം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഓഫ്ലൈൻ ബുക്കിംഗ് മാത്രമേ ഉള്ളൂ, ഓൺലൈൻ ബുക്കിംഗ് ഇല്ല കേട്ടോ. ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. ഇവിടെ ഡോർമെട്രിയും സിംഗിൾ റൂമൊന്നും ഉണ്ടാവില്ല, ഡബിൾ ബെഡ്റൂം മാത്രമേ ഉള്ളൂ. 6 മണിക്കൂറിനേക്ക് 690 രൂപ നോൺ എ സിക്ക് ആയത് കേട്ടോ. ഞാൻ നോൺ എ സി ആണ് എടുത്തത്. ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എ സി ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് എക്സ്ട്രാ പൈസയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എ സി ഇവർ തന്നെ ഓൺ ചെയ്ത് തരും. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. ഞാനപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ 2 ജനശതാബ്ദി ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദി മെയ് 28-ാം തീയതി തൊട്ട് LHB ആകുമല്ലേ. അപ്പം ICF-ൽ ഒരു അവസാനത്തെ വീഡിയോ കൂടി എടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി കൂടി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കണ്ണൂരിലേക്ക് തലേദിവസം വന്നിട്ട് നിന്നത്. രാവിലെ ഇവിടെ കണ്ണൂർ എത്തിപ്പെടുന്ന കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ്. എൻ്റെ നാട്ടിൽ നിന്ന് ബസ്സുകൾ കുറവാണ് രാവിലെ, അതുകൊണ്ട് ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തലേന്ന് വന്നിട്ട് ഇവിടെ താമസിച്ച് രാവിലെ എണീറ്റ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദിയുടെ എറണാകുളം വരെയുള്ള വീഡിയോ കാണാം. അവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ നേത്രാവതിക്കാണ് പോകുന്നത്, ട്രിവാൻഡ്രത്തേക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വിഷു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അതായത് ഏപ്രിൽ 17-ാം തീയതി. ഈ കാണുന്ന ടീഷർട്ട് കണ്ടോ, ഇതെൻ്റെ ഏട്ടൻ ഒരു വിഷുക്കോടിയായിട്ട് തന്നെയാണ്, ദിലീപ് ഏട്ടൻ. അപ്പോൾ ദിലീപ് ഏട്ടനൊരു താങ്ക്സ്. തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് ആണ് ഇവിടെ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ ഡിപ്പാർട്ടായിട്ട് പോകുന്നത്. സെക്കൻഡ് AC ആയി കാണുന്നത് രാജധാനി. നമുക്ക് പോകേണ്ട കണ്ണൂർ ട്രിവാൻഡ്രം ജനശതാബ്ദിയുടെ റേക്ക് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുണ്ട് കേട്ടോ. മൊത്തം പരസ്യം ഒട്ടിച്ച കോച്ചുകളാണ്, തികച്ചും പരസ്യമാണ് കണ്ടോ. ഈ ചെറിയ കുഞ്ഞിൻ്റെയൊക്കെ പരസ്യം ഒട്ടിച്ച ബ്ലിസ് ഫെർട്ടിലിറ്റി ഹോസ്പിറ്റലിൻ്റെ പരസ്യം ഒട്ടിച്ചിട്ടുള്ള ഈ ഒരു കോച്ചൊക്കെ നമ്മുടെ ജനശതാബ്ദിയുടെ C1 AC ചെയർകാർ കോച്ചാണ് കേട്ടോ. കുഞ്ഞുങ്ങളുണ്ടാകും. ബ്ലിസ് ഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ, യൂണിറ്റ് ഓഫ് പ്രാഷ് ഹെൽത്ത് കെയർ. എന്തൊക്കെ പരസ്യം നോക്കണം. ട്രിവാൻഡ്രത്തും കോട്ടയം തിരൂരൊക്കെയുള്ള ഹോസ്പിറ്റലായത്. മൊത്തം പരസ്യമാണ്. ഈ കോച്ച് LHB ആയ സമയത്ത് നല്ല വൃത്തിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മൊത്തം പരസ്യം ഒട്ടിച്ച് വേറൊരു ലുക്കാക്കി മാറ്റിയിട്ടുണ്ട് വണ്ടീനെ കണ്ടോ. ഓറഞ്ച്, നീല കളർ, എല്ലാ കളർ പരസ്യത്തിൻ്റെയും ഇതുണ്ട് മൊത്തം കോച്ചിനകത്ത്. ഈ ഒരു ജനശതാബ്ദിക്ക് ടോട്ടല് 3 AC ചെയർകാറാണ് ഉള്ളത്. ഈ കാണുന്നത് C1, ഇതിന് തൊട്ട് മുന്നിൽ C2, C3 കൂടിയുണ്ട്. 3 ചെയർകാർ, AC ചെയർകാർ. അതുപോലെ തന്നെ നോൺ AC ചെയർകാർ D1 തൊട്ട് D15 വരെ, D1 തൊട്ട് D15 നോൺ AC ചെയർകാറും ഈ വണ്ടിക്കുണ്ട്. ഈ കാണുന്നത് C3 കോച്ചാണ്, AC ചെയർകാർ തന്നെയാണ്. ഇതിന് പരസ്യം ഒട്ടിച്ചിട്ടില്ല കേട്ടോ. ആ പഴയ നീല കളർ കോച്ച് തന്നെയുണ്ട്. ബാക്കിയുള്ളതിനൊക്കെ പരസ്യം ഒട്ടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. അടിപൊളി ആക്കിയിട്ടുണ്ട്. വെറുതെ ട്രെയിനിൻ്റെ ആ ഒരു ലുക്കങ്ങ് കളയാൻ വേണ്ടിയിട്ട് ഇവർ പരസ്യം ഒട്ടിച്ചങ്ങ് നശിപ്പിക്കുക. നമ്മുടെ കാലിക്കറ്റ് ജനശതാബ്ദിയും ഈ ഒരു സെയിം അവസ്ഥയാണ്. അതും ഇപ്പോൾ LHB ആയി കഴിഞ്ഞാലും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. പരസ്യം മൊത്തം ഏറ്റെടുത്തിട്ട് ഒട്ടിച്ചു വിടും. എല്ലാ കോച്ചുകൾക്കും പരസ്യമുണ്ട്. പരസ്യമില്ലാത്ത കോച്ചുകൾ വളരെ കുറവാണ്. ഈ കാണുന്നത് D11, D11 അപ്പർ ദേശ് കാ താർ. ഇത് മറ്റേ വയറാണ്, നമ്മുടെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന വയറില്ലേ, ആ സാധനമാണിത്.
അതിൻ്റെ പരസ്യമാണ് കൂടുതലും ഈ വണ്ടിക്കുള്ളത്. ഓറഞ്ച്, നീലി എല്ലാം ഉണ്ട്. ഇതൊരു കപ്പൽ, അതിൻ്റെ ഇടയിൽ ഈ പുള്ളിയുടെ പേരെനിക്കറിയില്ല. വേറെ എന്താ ഉള്ളത്? പിന്നെ വയറിൻ്റെ ബോക്സ് കളർഫുള്ളായിട്ട് 4 ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് D14 ഇതിന് കൊടുത്തിട്ടുള്ള പരസ്യം വേറെയാണ്. ഹിൽവുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മരത്തടിയൊക്കെ കൊടുക്കുന്ന കമ്പനിയുടെ പരസ്യമാണ് കേട്ടോ. 75 വർഷത്തെ തടി ഉറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. തടി കേടാകില്ല. നമ്മുടെ രഞ്ജി പണിക്കറിൻ്റെ ഒക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയുള്ള പരസ്യമാണിത്. അടിപൊളി. ഇത് കാണാൻ രസമുണ്ട് കേട്ടോ. വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കണ്ണൂർ ട്രിവാൻഡ്രം JSൻ്റെ ഇന്നത്തെ സാരഥി ഈറോഡ് ലോക്കോ ഷെഡിൻ്റെ WP7 ആണ്. 37,521 നമ്പർ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ ലോക്കോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഫ്രഷ് ലോക്കോ ഈറോഡിൻ്റെയാ. ഈ കാണുന്ന ലോക്കോ 2021 മാനുഫാക്ചർ ചെയ്തതാണ് കേട്ടോ. BLW 2021, 5 വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്രയൊരു നീറ്റ്നെസ് തോന്നുന്നത്. പിന്നെ നല്ല വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഇത് ഒന്നുകൂടി കഴുകി കഴിഞ്ഞാണ്ടല്ലോ നല്ല പ്യൂർ വൈറ്റ് കളറിൽ ഇങ്ങനെ തിളങ്ങും ഈ സാധനം. കണ്ണൂർ തൊട്ട് എറണാകുളം വരെയുള്ള ജില്ലകളിലെ ഓരോ സ്ഥലത്തുള്ള ആൾക്കാർ ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഡെയിലി പോകുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു കണ്ണൂർ ട്രിവാൻഡ്രം JS കേട്ടോ. അത്യാവശ്യം എല്ലാ ദിവസവും ഡിമാൻഡുള്ള ഒരു ഫുള്ളായിട്ട് ഓടുന്ന വണ്ടിയാണ് ഈ ഒരു JS. അതുപോലെ നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു കണ്ണൂർ ട്രിവാൻഡ്രം JS ആണ് സതേൺ റെയിൽവേയുടെ കീഴിൽ ഓടുന്ന അല്ലെങ്കിൽ സർവീസ് നടത്തുന്ന ഏറ്റവും ദൂരത്തിൽ ഓടുന്ന ജനശതാബ്ദി കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഓടുന്ന ജനശതാബ്ദിയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ 4ാമത്തെ ലോങ്ങസ്റ്റ് റണ്ണിങ് JS ജനശതാബ്ദി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പോകുന്ന കണ്ണൂർ ട്രിവാൻഡ്രം JS ആണ്. അങ്ങനെ ഒരു അംഗീകാരം ഈ ഒരു വണ്ടിക്കുണ്ട്. നമുക്ക് അഭിമാനിക്കാം ഗൈസ്. കണ്ണൂർക്കാരൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനിക്കാം. നമ്മുടെ കേരളത്തിലെ സർവീസ് നടത്തുന്ന 2 ജനശതാബ്ദികളും ഓപ്പറേറ്റ് ചെയ്യുന്നത് തിരുവനന്തപുരം ഡിവിഷനാണ് കേട്ടോ. ഈ ഒരു വണ്ടിയൊന്നും പാലക്കാടിന് കൊടുത്തില്ല. എന്താ പാലക്കാടിന് കൊടുക്കാത്ത വെച്ചാൽ എനിക്കറിയില്ല. 2ഉം ട്രിവാൻഡ്രം ഡിവിഷനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവയുടെ കീഴിൽ തന്നെയാണ് ഈ വണ്ടിയുടെ റേക്കിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നത്. പാലക്കാടിന് കൊടുത്തില്ല വെച്ച് പരാതിയും കാര്യങ്ങളൊന്നുമില്ല. കാരണം തിരുവനന്തപുരം ഡിവിഷൻ അവരുടെ വണ്ടികൾ അത്യാവശ്യം നന്നായിട്ട് നോക്കാറുണ്ട്. മെയിൻ്റനൻസും പരിപാടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യും. അതുകൊണ്ട് റേക്കിനൊന്നും ഒരു കുഴപ്പമില്ല. പാലക്കാടിന് കൊടുത്തില്ല വെച്ച് വലിയ പരാതിയൊന്നുമില്ല. ഈ കാണുന്ന D15 36 വിൻഡോ സൈഡ് സീറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഏറ്റവും ഫ്രണ്ടിലുള്ള കോച്ചാണ് കേട്ടോ. ഒരുമാതിരി ചെയ്ത്തായിപ്പോയി. ഇവിടെയാണ് ജനറേറ്റർ കാർ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. പക്ഷേ കുറച്ച് ബാക്കിലോട്ട് കിട്ടിയാൽ മതിയാഞ്ഞു. ഇതൊരു 2024 നിർമ്മിച്ച കോച്ചാണേ. ഈ ഷണ്ട് ചെയ്ത് കൊണ്ടിരുന്നത് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൻ്റെ റേക്കാണ്. ഇന്ന് രാവിലെ ഇവിടെ നിന്ന് എടുക്കേണ്ട വണ്ടിയാണ്. നമ്മൾ പോയി കഴിഞ്ഞിട്ട് കണ്ണൂരിൽ നിന്ന് എടുക്കുന്ന വണ്ടിയത്. സമയം 4:15 ആയതേ ഉള്ളൂ. 4:50 കണ്ണൂരിൽ നിന്ന് നമ്മുടെ JS ഡിപ്പാർട്ട് ആവുന്നത്. അതുകൊണ്ടൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വടയും മേടിച്ചു. വട ഇന്ന് രാവിലെ വന്നതാണെന്നാണ് പറഞ്ഞേ. നോക്കട്ടെ. അപ്പോൾ ഈ ചായ കുടിക്കട്ടെ. അങ്ങനെ ലോക്കോ പൈലറ്റൊക്കെ വന്ന് നമ്മുടെ ലോക്കോ ഓൺ ചെയ്തിട്ടുണ്ട്. ഹൈറേസ് പാൻറ്റോഗ്രാഫ് ഉള്ള ലോക്കോ ആണ് കേട്ടോ. HRPT. സമയം 4:25 ആയതേ ഉള്ളൂ. എന്തായാലും കോച്ചിലേക്ക് പോയിട്ട് മെല്ലെ കയറാം. അങ്ങനെ കോച്ചിൻ്റെ ഉള്ളിൽ കയറി ബാഗും കാര്യങ്ങളൊക്കെ വെച്ചു. ഇന്നും എനിക്ക് കിട്ടിയത് ട്രാക്ക് സൈഡിൻ്റെ സീറ്റല്ല ഗൈസ്. ഇപ്പുറത്തെ സൈഡാണ് എനിക്ക് കിട്ടിയത്. എന്തൊരു പരിപാടിയാണ് നോക്കണം. ഞാൻ എപ്പോൾ ബുക്ക് ചെയ്താലും കിട്ടുന്നത് ഇപ്പുറത്തെ സൈഡായിരിക്കും. ട്രാക്ക് സൈഡ് കിട്ടുകയേ ഇല്ല. ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് നേരത്തെ ബുക്ക് ചെയ്യുന്നത്. എന്ത് പരിപാടിയല്ലേ. എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്ന പരിപാടിയത്. ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നാൽ മര്യാദക്കൊന്നും ഷൂട്ട് ചെയ്യാൻ കിട്ടില്ല. അപ്പുറത്തെ സൈഡാണ് കുറച്ച് ട്രെയിൻ ക്രോസിങ്ങിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല.
ICF ഉണ്ടായിരുന്ന സമയത്ത് ഇതിൽ ഇരിക്കാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. LHB ആയ സമയത്ത് നമ്മുടെ ICF ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള LHB കോച്ചുകളുടെ സീറ്റാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയത്. ഇത് മറ്റേ 90 ഡിഗ്രിയിൽ ഇരിക്കുന്ന സീറ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. മെമുവിൻ്റെ സീറ്റില്ലേ, അതുപോലത്തെ സീറ്റ്. ഇത് കണ്ടോ നിങ്ങൾ? ഇതിൽ മര്യാദക്ക് കുറച്ചൊരു ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയിരിക്കും? ഇതുണ്ടോ, കറക്റ്റ് സൈഡിൽ നിന്ന് എടുത്തുതരാം, 90 ഡിഗ്രി. ഇത് കോച്ചിൻ്റെ ഉൾവശമൊക്കെ അത്യാവശ്യം വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. ചളിയും അതും ഇതും സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ വൃത്തിയില്ല. സീറ്റിൻ്റെയും അവസ്ഥയൊക്കെ പോക്കാം, മൊത്തം ഇങ്ങനെ കറ പിടിച്ചതുപോലെ ആയിട്ടുണ്ട്. ഇൻറ്റീരിയർ മൊത്തത്തിലൊരു നെഗറ്റീവ് എനർജി തരുന്ന ഇൻറ്റീരിയറാണ് കേട്ടോ. ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊന്നുമില്ല. 2024 നിർമ്മിച്ച കോച്ചാണ്, 2 വർഷം ആവുന്നേ ഉള്ളൂ. ഇൻറ്റീരിയർ ലുക്കൊക്കെ എന്താ പറയേണ്ട, ഒരു ഇരുട്ട് മൂടിയ പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ജനശതാബ്ദിയുടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. വാഷ് ബേസിനൊക്കെ കഴുകി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. താഴെയും വെള്ളമൊക്കെ അടിച്ചിട്ട് ചളിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളമുണ്ട്, വെള്ളം ഫുള്ള് ഡ്രൈ ആയിട്ടില്ല. ടോയ്ലറ്റും അത്യാവശ്യം, കമ്മോഡും അത്യാവശ്യം വൃത്തിയുണ്ട്. ഈ ഒരു സീറ്റിലുണ്ടല്ലോ, എന്നെപ്പോലെയുള്ള 3 പേരാണെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റും. കുറച്ച് സൈസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഞെരിങ്ങിയിട്ട് വേണം, മസിൽ പിടിച്ചിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്തവസ്ഥയല്ലേ! പൈസയും കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ മേടിക്കുക എന്നറിയില്ലേ, അതുപോലത്തെ അവസ്ഥ ഇതൊക്കെ. അതുപോലെ തന്നെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ആ ഒരു തരത്തിലുള്ള ഇതുണ്ടോ, തൊട്ട് ഫ്രണ്ടിലുള്ള ആൾക്കാർ എന്നെ നോക്കിയിട്ടായിരിക്കും ഇരിക്കുന്നത്. മുഖത്തോട് മുഖം നോക്കിയിട്ടുള്ള തരത്തിലുള്ള സീറ്റിംഗ് ലേഔട്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒരു ഇത്രയും വൃത്തികെട്ട ഡിസ്കംഫേർട്ട് തരുന്ന സീറ്റിംഗ് ലേഔട്ട് വേറെ ഇല്ല കേട്ടോ. നേരെ അങ്ങോട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് മര്യാദയ്ക്ക് ഇരിക്കാം, വേറെ ഒന്നും ആലോചിക്കേണ്ട ആ കാര്യമില്ല. ഇതിപ്പം നമ്മളിവിടെ ഇരുന്നിട്ട് ഒരു റീല് കണ്ട് വെറുതെ ചിരിച്ചു കഴിഞ്ഞാൽ മുന്നിലുള്ളവർ നോക്കിയിട്ട് എന്താ, നമ്മളെന്താ ജോക്കറാണോ കോമാളിയാണോ അങ്ങനെയുള്ള തരത്തിലൊക്കെ ഒരു ചിന്ത വരും. നമ്മളെപ്പോലെയുള്ള ഒരു ഇൻട്രോവേർട്ടുകൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഞാനൊക്കെ ഒരു പക്കാ ഇൻട്രോവേർട്ടാണ്. അത് പറയുന്നതിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം വീഡിയോ എടുക്കാനും വേറെ എന്ത് കാര്യത്തിനായാലും നമുക്കിങ്ങനെ ഈ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന തരത്തിലുള്ള സീറ്റുകൾ ഒട്ടും കംഫർട്ടല്ല, ഭയങ്കര ഡിസ്കംഫർട്ടുള്ള സാധനമാണ് ഇത്. ഈ ഇൻട്രോവേർട്ടായിട്ടുള്ള എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. എക്സ്ട്രോവേർട്ടുകൾക്ക് അത് മനസ്സിലാവില്ല. കാരണം അവർക്ക് സംസാരിക്കാൻ എന്തായാലും ഇൻട്രസ്റ്റഡ് ആണല്ലോ. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഒരാളെ കണ്ട് ഒബ്സർവ് ചെയ്ത് നമുക്ക് പറ്റിയ, നമ്മുടെ കംഫർട്ട് സോണിൽ പറ്റിയ ആൾക്കാരാണോ എന്നൊക്കെ ചിന്തിച്ച് മൊത്തം മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മളെപ്പോലെയുള്ള ഇൻട്രോവേർട്ടുകൾ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് ഇതുപോലെയുള്ള ഈ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന സീറ്റ് നമുക്ക് ശരിക്കും ഡിസ്കംഫർട്ടാണ്. അങ്ങനെ കറക്റ്റ് 4:50 തന്നെ കണ്ണൂരിൽ നിന്ന് നമ്മുടെ JS ഡിപ്പാർട്ടായിട്ടുണ്ട്. ബുസാവലിൻ്റെ P4 കണ്ടോ, മറ്റേ കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസിൻ്റെ റേക്കാന്ന് തോന്നുന്നു. 226/80 നമ്പർ, ലോക്കോഡ് നമ്പർ. ചെന്നൈ സെൻട്രൽ, MGR ചെന്നൈ സെൻട്രലിൽ നിന്നും മംഗലാപുരം സെൻട്രലിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ഇപ്പം ക്രോസ് ചെയ്തിട്ട് പോയത്. കണ്ണൂരിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. P7 ആയിരുന്നു അതിൻ്റെ ലോക്കോ കേട്ടോ. മറ്റേ നീലഗിരി സൂപ്പർ ഫാസ്റ്റ് ഇല്ലേ, മേട്ടുപ്പാളയത്ത് നിന്ന് ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്നത്, ആ വണ്ടിയായിട്ട് റീക്ഷ ഇറങ്ങേണ്ട വണ്ടിയായത്. ഇവിടെ നിന്നിട്ട് എന്തായാലും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണില്ല, നേരം ഇപ്പോഴേ വെളുക്കൂല. സമയം 4:57 ആയതേ ഉള്ളൂ. 6 മണി 6:30 ആ ഒരു ടൈം ആവേണ്ടി വരും സൂര്യൻ്റെ വെളിച്ചം വരണമെങ്കിൽ.
ട്രിവാൻഡ്രം JSൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായിട്ടുള്ള തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഒരുപാട് ഓഫീസിൽ പോകുന്ന ഓരോ സ്റ്റുഡൻസ് എല്ലാവരും ആശ്രയിക്കുന്ന ട്രെയിനാണെന്ന്. ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കയറാനുണ്ട് നമ്മുടെ വണ്ടിക്ക്. അങ്ങനെ തലശ്ശേരിയിൽ നിന്ന് ഡിപ്പാർട്ടായിട്ടുണ്ട്. അടുത്ത സ്റ്റോപ്പ് വരുന്നതിന് വടകരയാണ്. വടകര കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, അങ്ങനെ കുറച്ച് സ്റ്റോപ്പുകളെ വണ്ടിക്കുള്ളൂ. അങ്ങനെ അടുത്ത സ്റ്റേഷനായിട്ടുള്ള വടകര എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ആൾക്കാർ വണ്ടിയിൽ കയറാനുണ്ട്. 5:27 ഇവിടെ എത്തേണ്ടത് 5:32 എത്തിയത്. അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട്. ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതലും കയറുന്നത് കേട്ടോ. ഇവിടെ 6:07 എത്തേണ്ടത് കറക്റ്റ് 6:07 തന്നെ എത്തിയിട്ടുണ്ട്. ഓൺ ടൈമിനാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി. കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പിന് ഈ വണ്ടിക്ക് വരുന്നത് തിരൂരാണ്. തിരൂര് കഴിഞ്ഞാൽ പിന്നെ നേരെ ഷൊർണൂർ, തൃശ്ശൂർ, എറണാകുളം ടൗൺ. കോട്ടയം വഴിയാണ് ഈ വണ്ടി പോകുന്നത് കേട്ടോ. ആലപ്പുഴ വഴിയല്ല, കോട്ടയം വഴിയാണ്. നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദിയാണ് ആലപ്പുഴ വഴി ഓടുന്ന വണ്ടി. 2011 നമ്മൾ പോകുന്ന ഈ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദിയുടെ ആദ്യത്തെ സർവീസ് നടന്നത് കേട്ടോ. ആ സമയത്ത് ഈ വണ്ടി തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് വരെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. പിന്നീട് യാത്രക്കാരുടെ ആവശ്യപ്രകാരം കോഴിക്കോട് നിന്നും കണ്ണൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. 2013 ആ ഒരു എക്സ്റ്റൻഷൻ നടത്തിയിട്ടുള്ളത് കേട്ടോ. വന്ദേ ഭാരത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ണൂർ ട്രിവാൻഡ്രം സ്ട്രെച്ചിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന ഈ ഒരു ജനശതാബ്ദിയാണ് കേട്ടോ. നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഡിപ്പാർട്ടായി കേട്ടോ. ഇനി അടുത്ത സ്റ്റോപ്പ് ഷൊർണൂർ. കണ്ണൂരിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് സർവീസ് നടത്തുന്നത് ഞായറും ബുധനും ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലുമാണ്. അതുപോലെ തിരിച്ച് ചൊവ്വയും ശനിയും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും സർവീസ് നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക്. ഉച്ചക്ക് 2:10 തിരുവനന്തപുരം എത്തിയിട്ട് അവിടുന്ന് തിരിച്ച് കണ്ണൂരിലേക്ക് 2:50 തന്നെ വരും കേട്ടോ. എന്നിട്ട് രാത്രി 12:50 ആവുന്ന സമയത്ത് കണ്ണൂരിലേക്ക് എത്തും. റോക്കിൻ്റെ WD-40 ഉണ്ടോ, ത്രിവർണ്ണ പതാകയുടെ ലിവറി ഉള്ളത്. സമയം 7:35 നമ്മൾ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും കുറച്ച് ആൾക്കാർ കയറുന്നുണ്ട്. നമ്മൾ പോകുന്ന ഈ വണ്ടിയുടെ നമ്പർ 12081 എന്നാണ്. കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസ്.
ഇത് കണ്ണൂരിൽ നിന്ന് 4:50 പുലർച്ചെ 4:50 എടുത്തിട്ട് തിരുവനന്തപുരം സെൻട്രലിൽ ഉച്ചയ്ക്ക് 2:10 ആവുന്ന സമയത്തെത്തും. ഏകദേശം 500 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് വെറും 9 മണിക്കൂറും 20 മിനിറ്റുമാണ് ഈ വണ്ടി എടുക്കുന്നത്. ഈ ജനശതാബ്ദി ട്രെയിനുകളെ നമുക്ക് വേണമെങ്കിൽ സാധാരണക്കാരൻ്റെ വന്ദേ ഭാരത് എന്ന് പറയാൻ വേണ്ടി പറ്റും കേട്ടോ. കാരണം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ആണ് നമ്മുടെ കണ്ണൂർ ട്രിവാൻഡ്രം റൂട്ടിലെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ് ഈ ഒരു ജനശതാബ്ദി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് പെട്ടെന്ന് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി പറ്റും. അങ്ങനെ ഷൊർണൂരിൽ നിന്ന് നമ്മുടെ വണ്ടി ഡിപ്പാർട്ടായിട്ടുണ്ട്. സമയം ഇപ്പം 7:45. ഭാരതപ്പുഴ ക്രോസ് ചെയ്യാൻ പോവാണ് നമ്മൾ. നമ്മളങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സമയം 8:22 കേട്ടോ. ഇനി അടുത്ത സ്റ്റേഷൻ എറണാകുളം ടൗണാണ്. ഇടപ്പള്ളി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നമ്മുടെ വണ്ടി പിടിച്ചു കേട്ടോ. നമ്മുടെ തൊട്ട് മുന്നിൽ വിശാഖപട്ടണത്ത് കൊല്ലത്തേക്ക് വന്ന വീക്കിലി എക്സ്പ്രസിൻ്റെ അത് നമ്മുടെ തൊട്ട് മുന്നിലുണ്ട്. എറണാകുളം ടൗൺ അത് ആദ്യം കയറേണ്ടതാ. എന്നിട്ട് അത് കയറി പോയി കഴിഞ്ഞിട്ടേ നമ്മളെ കയറ്റുള്ളൂ. 9:32 കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഡിപ്പാർട്ടായിട്ടുണ്ട് ഇടപ്പള്ളിയിൽ നിന്ന്. 9:30 ഇവിടെ എറണാകുളം ടൗണിലെത്തേണ്ട നമ്മൾ 9:45 കയറിയിട്ടുണ്ട് കേട്ടോ. ഞാനിട്ട് മുന്നിലേക്ക് വന്നിട്ട് ലോക്കോടെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഹൈറൈസ് പാൻറ്റോഗ്രാഫ് ഉണ്ടോ? അങ്ങനെ എറണാകുളം ടൗണിൽ നിന്ന് നമ്മുടെ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി ഡിപ്പാർട്ടായിരിക്കുകയാണ്. ഇതിന് മുന്നിൽ പോകുന്ന നമ്മുടെ വിശാഖപട്ടണത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന വണ്ടിയില്ലേ, അതിനൊക്കെ ഈ വണ്ടി ജനശതാബ്ദി ഓവർടേക്ക് ചെയ്യും കേട്ടോ. ഹൈ പ്രയോറിറ്റി വണ്ടിയാ. വിജയവാഡയുടെ കവച് ഫിറ്റഡ് ആയിട്ടുള്ള P7 ആയിട്ട് 2 കോച്ചുകൾ വരുന്നുണ്ട്. ഒരു ജനറേറ്റർ കാറും ഒരു AC കോച്ചുമാണ്. വിജയവാഡയുടെ P7 ആയിട്ട് വന്നത് AC കോച്ച് തന്നെയാണ്, പക്ഷേ ഇത് ട്രാക്ക് റെക്കോർഡിംഗ് കാറാണ് കേട്ടോ. ഫുള്ള് സെൻസർ ഉപയോഗിച്ചിട്ട് ഇൻസ്പെക്ഷൻ നടത്തുന്നതാണ്. ഈ ട്രാക്കിൻ്റെ അലൈൻമെൻറ്റും ട്രാക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്ന
കോച്ചാണിത് കേട്ടോ. മൊത്തം സെൻസർ ഉപയോഗിച്ചിട്ട് നടത്തുന്ന പരിപാടിയാണ്. ട്രാക്ക് റെക്കോർഡിംഗ് കാർ എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഓടുന്ന 2 JSകളിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന JS ഏതാണെന്ന് വെച്ചാൽ ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദിയാണ്. കാരണം ആ വണ്ടി ഓടുന്നത് ഇപ്പോഴും പഴയ ICFൽ വെച്ചിട്ടാണ്, ICF കോച്ചുകൾ വെച്ചിട്ട് ഓടുന്നതാണ്. എന്തിനാണ് ഇവരിങ്ങനെ ജനങ്ങളെ ഉപദ്രവിക്കുന്നതെന്ന് അറിയില്ല. മര്യാദയ്ക്ക് ഉണ്ടാക്കിക്കൂടി. ഇവർക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ട്രെയിനാണ് ഈ ജനശതാബ്ദിയൊക്കെ. എന്നിട്ടും അതിനെ ഇങ്ങനെ ആർക്കോ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി വിടുമ്പം എന്തായാലും പറഞ്ഞു പോവും. LHB ആയതിലോട് കുറ്റം പറയുന്നതല്ല, LHB തന്നെയാണ് നല്ലത്. കംഫർട്ടും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ICFനെ വെച്ച് നോക്കുന്ന സമയത്ത് LHBക്കാണ് കൂടുതലുള്ളത്. അതിപ്പോൾ സസ്പെൻഷൻ്റെ കാര്യമൊക്കെ ആയാലും യാത്ര ചെയ്യാൻ ഏറ്റവും സുഖം എന്ന് പറയുന്നത് LHB കോച്ചുകളാണ്. പിന്നെ ICFൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 90-ന് മുകളിൽ സ്പീഡ് കയറിയാൽ പിന്നെ ഭയങ്കര ജെർക്കിങ്ങും വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. LHB കോച്ചുകൾക്ക് അങ്ങനെ വൈബ്രേഷനും ജെർക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല സ്മൂത്ത് മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സീറ്റ് മര്യാദക്കല്ലെങ്കിൽ എല്ലാം പോയില്ലേ. നടുവേദന എടുത്തിട്ട് യാത്ര ചെയ്യേണ്ട ഗതികേടല്ലേ എല്ലാവർക്കും ഉള്ളത് ഈ ഒരു JSൽ. ഇനിയിപ്പോൾ കോഴിക്കോട് ജനശതാബ്ദിയും ഈ സെയിം അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതും മെയ് 28 തൊട്ട് LHB ആവുകയാണ്. റെയിൽവേ അതിൻ്റെ തലവരം മാറ്റിയെഴുതാൻ പോവുകയാണ്. അപ്പോൾ മെയ് 28 കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ICF ജനശതാബ്ദി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അതിനു മുമ്പ് കയറണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് കയറിക്കോ. മെയ് 28 മറക്കണ്ട. അതിനുശേഷം നമ്മുടെ രാജ്യത്ത് ഒരു വണ്ടിയും ഒരു ജനശതാബ്ദിയും ICFൽ ഓടില്ല. അപ്പോൾ ജനശതാബ്ദിയുടെ നല്ല കംഫർട്ടബിൾ സീറ്റിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യണമെന്ന് അവസാനമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദിയിൽ ഒരു യാത്ര ചെയ്തോ. അപ്പോൾ ഈ ഒരു കണ്ണൂർ ജനശതാബ്ദിയുടെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്, എറണാകുളം ടൗണിൽ വെച്ചിട്ട്. ഇനി ഇവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം നേത്രാവതി കയറിയിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകും. അതിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്ത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ജനശതാബ്ദിയുടെ വീഡിയോ അധികമൊന്നും ഉണ്ടാവില്ല, ചെറിയ വീഡിയോ ആണ്. ഒന്നാമത് ട്രാക്ക് സൈഡല്ല കിട്ടിയത്. ട്രെയിൻ ക്രോസിംഗ് ഒക്കെ പോകുന്ന സമയത്ത് വെറുതെ നോക്കിയിരിക്കാനേ പറ്റിയുള്ളൂ. ഡോറിൻ്റെ അവിടെയൊക്കെ ആൾക്കാർ വന്ന് നിന്നിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. നിങ്ങൾ ക്ഷമിക്കുക, ഉള്ളതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുക. അപ്പോൾ നമുക്ക് നേത്രാവതിയുടെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.